ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസി ആയി തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ടേസ്റ്റി പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ പുഡിംഗ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. മധുരം ഇഷ്ടമില്ലാത്തവർ പോലും കണ്ടാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന റെസിപ്പിയാണ് പുഡിംഗ് ഒക്കെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നിവേദാസ് കിച്ചൺ കോർണർ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതേ ടേബിൾ സ്പൂണിൽ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് കളർ മാറി വരുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കാനും ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ അതേ നമ്മുടെ പഞ്ചസാരയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം റെഡിയായി എന്ന് തന്നെ പറയാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് റെഡിയാക്കുന്നത് അതേ പാത്രത്തിലേക്ക് ആ ചൂടോട് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ഇനി 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചേർക്കേണ്ടത് പാലാണ്. പാല് 1 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് അളവിലൊക്കെ ആണെങ്കിൽ ഒരു 1.5 ഗ്ലാസ് പാലെടുക്കുക. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. അത് നമ്മുടെ വാനില എസൻസ് ആണ്. അപ്പോൾ അത് ഒരല്പം ഒരു 1/2 ടീസ്പൂൺ പോലും വേണ്ട, അത്രയും കുറച്ച് മതി ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ 4 ഇൻഗ്രീഡിയൻസ് ആണ്: മുട്ട, പാല്, പഞ്ചസാര, വാനില എസൻസ്. അപ്പോൾ ഈ 4 ചേർത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് അടിക്കണം എന്നൊന്നുമില്ല, നന്നായിട്ടൊരു വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ എളുപ്പത്തിന് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടത് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കൂട്ട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അടുപ്പത്തേക്ക് ഒരു കുക്കറിൽ വെള്ളം വെച്ചിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് മറ്റൊരു ബൗൾ കൂടി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കാരമലൈസ് ഒഴിച്ച് വെച്ച അതേ ബൗളിലേക്ക് നമ്മുടെ കൂട്ട് ഞാൻ ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മിക്സിയിൽ അടിച്ചെടുത്തതായതുകൊണ്ട് തന്നെ നന്നായിട്ട് പതഞ്ഞാവും ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങ് പത വരില്ല. അപ്പോൾ അതേ സെറ്റാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഈ പാത്രത്തിൻ്റെ മുകളിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിന് പകരം മറ്റെന്തെങ്കിലും ഒരു പാത്രം കമിഴ്ത്തി വെച്ച് കൊടുക്കുക, എന്തെങ്കിലും ചെയ്താൽ മതി നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച്. അതിനുശേഷം ഒരടപ്പ് വെച്ച് അടച്ചിട്ട് മൂടി, ഞാനിത് കാണാൻ വേണ്ടിയിട്ട് ചില്ലിൻ്റെ ഒരു മൂടി വെച്ചിട്ടാണ് അടച്ചു വെച്ചിട്ടുള്ളത്. കുക്കറിൻ്റെ അതേ മൂടി തന്നെ വെച്ചാലും മതിയാവും. ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പുഡിങ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം വേണം നമുക്കിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേവാനെടുക്കുന്ന ടൈമാണ്. 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് 20 മിനിറ്റിൽ തന്നെ ചില സമയങ്ങളിൽ വെന്ത് കിട്ടണമെന്നില്ല. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എടുത്താൽ മതിയാവും. ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ച് സമയം കൂടി വെച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അതേ ചൂടാറിയ ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തി ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പുഡിംഗ് ആണ്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് പറഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ കാര്യം മനസ്സിലായെന്ന് വരില്ല. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. വെറും 4 ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഈ 4 ഇൻഗ്രീഡിയൻസും മിക്കവാറും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരും വരേക്കും ബൈ.